ഹായ് ഹലോ, ഇന്നൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് മൊത്തത്തിൽ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ വേണ്ടത്. 50 ഗ്രാം സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 150 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചെടുത്താലും മതി. ഇനി അതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം പാടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി എല്ലാം യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച 50 ഗ്രാം ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം തന്നെ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ആണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.